ടൂൾസ് എടുക്കടാ. നീ സിസിക്കാർക്കിട്ട് പണിയല്ലടാ. ഈ പോസ്റ്റിൽ നിർത്തിയിട്ട് വെച്ചൊരു അലക്കാലിക്കണ്ടല്ല. വെറുതെ കളിക്കാൻ നിൽക്കണ്ട. രാമനാഥൻ സാറിന്റെ വണ്ടിയാണെന്ന് അറിയില്ലേ നിനക്ക്? അറിയാടാ. ഏത് ഭൂലോകനാഥന്റെ ആയാലും ഇനി ഈ വണ്ടി ഓടിക്കണമെന്ന് ചെട്ടിയാരുടെ കമ്പനി തീരുമാനിക്കും. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഇവന്റെ മുതലാളി ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തി പുട്ടടിക്കാൻ എന്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കായ് കടം മേടിച്ചിട്ടുണ്ടായി. അത് ഇവന്റെ മുതലാളി അങ്ങ് മറന്നു. അങ്ങനെ കടം പെരുകി പെരുകി ബസ്സോളം വലുപ്പത്തിലായി. അപ്പൊ എന്താ ചെയ്യാ? എന്റെ മുതലാളിക്കും പുട്ടടിക്കണ്ടേ? അതുകൊണ്ട് ഇവന്റെ മുതലാളിനെ തൊഴിലാളിയാക്കാനാണ് എന്റെ മുതലാളി പറഞ്ഞേക്കണേ. പട്ടാപ്പകല് ട്രിപ്പ് നടത്തുന്ന ബസ് പിടിച്ചെടുക്കാൻ നീ ആര്? RTO, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ? ഇതാണ് സാറിന്റെ കുഴപ്പം. ഏതെങ്കിലും ബിനാമി പേരിൽ ലോൺ എടുത്ത ശേഷം ലോൺ അടയ്ക്കാതിരിക്കുക, കുടിശ്ശിക അടക്കം ഉടനെ തിരിച്ചടയ്ക്കണമെന്ന് പറയാൻ വരുന്നവന്റെ നെഞ്ചത്തേക്ക് 18ാമത്തെ അടവെടുക്കുക. ഇതെന്ത് ന്യായ സാറേ? മോനെ ശരവണോ, വേലായുധന്റെ അടുത്ത് ഇറക്കല്ലേ. നിന്റെ ഈ റോഡ് ഷോ ഒന്നും സർക്കിൾ രാമനാഥനോട് നടക്കില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ വണ്ടിയുടെ റിക്കവറിക്ക് വേണ്ടി സാറിന്റെ സ്റ്റേഷനിൽ വന്ന് ഞാൻ പരാതി തന്നപ്പോ സാറ് പറഞ്ഞേ ഈ വണ്ടി കാണാനില്ലാന്ന്. അപ്പൊ പിന്നെ പണം മുടക്കി കമ്പനിക്ക് വണ്ടി കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷിച്ചപ്പോഴല്ല അറിഞ്ഞേ ബസ് സാറിന്റെ ബിനാമി പേരിലുള്ളതാണെന്ന്. കള്ളം കപ്പലിൽ തന്നെയായ സ്ഥിതിക്ക് സാറിന്റെ തലപ്പത്തുള്ള ഏമാമാരെ കാണേണ്ട വിധത്തിൽ കണ്ടപ്പോ കിട്ടി സാറിന്റെ ഈ വണ്ടി പിടിക്കാനുള്ള ആർഡർ. ഏത് കൊമ്പത്തുള്ളവന്റെ ഓർഡർ ആയാലും വേണ്ടില്ല, എന്റെ വണ്ടി പിടിക്കണമെങ്കിൽ അത് ഞാൻ പറയണം. അല്ലാതെ വണ്ടിക്ക് മേൽ കൈവച്ചാലേ അത് നീയല്ല, ഏത് പൊന്നു തമ്പുരാൻ വന്നാലും ഈ രാമനാഥൻ വിടില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി CC പിടിക്കാൻ ഇറങ്ങിയ നമ്മുടെ പള്ളക്കിട്ട് താങ്ങാണ്ട് സ്ത്രീപീഡനം മുതൽ വ്യാജ CD വരെ വാണിഭം നടത്തുന്ന സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ സാറുമാരോട് കാണിക്കുക ഈ ശൗര്യം. അപ്പ കാണാം ഫാക്സിലൂടെ ഫാസ്റ്റ് ആയിട്ട് സാറിന്റെ തൊപ്പി തെറിക്കണത്. നായിന്റെ മോനെ അളിയാന്ന് മാത്രം വിളിക്കരുത്. പണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ വെച്ച് ഗുണ്ടയെ പിടിക്കാനാന്ന് പറഞ്ഞ് ഗുണ്ടു പൊട്ടിക്കാൻ പോയ സാറിന്റെ പഴയ കഥ ഞാൻ ഇവരുടെ മുമ്പിലിട്ട് പൊട്ടിക്കട്ടെ. അതുകൊണ്ട് സാറിന്റെ സ്റ്റാറ്റസ്, എനിക്ക് എന്റെ വഴി. CC അടയ്ക്കാനുള്ള കായ് സാറിന്റെ കയ്യിൽ ഉണ്ടാവണ വരെ തൽക്കാലം വണ്ടി ചെട്ടിയാരുടെ കസ്റ്റഡി തന്നെ ഇരിക്കട്ടെ. ദയവ് ചെയ്ത് എല്ലാരും ഈ ബസ്സിലോട്ട് കയറണം. ടിക്കറ്റ് റീഫണ്ട് ഒന്നും വേണ്ട. ഇവരെവിടെ നിർത്താൻ പറയണോ അവിടെ നിർത്തി കൊടുത്താൽ മാത്രം മതി. പോട്ടെ പോട്ടെ. വണ്ടി എടുക്ക. എന്താ മോളെ? ബാപ്പയ്ക്ക് വിശക്കണില്ലേ? ഓൻ കൂടെ വരട്ടെ മോളെ. ബെസ്റ്റ് പാർട്ടിയാ. ഒരു വഴിക്ക് പോയാ എപ്പോഴാ തിരിച്ചു വരാന്ന് അവനൊന്നും പോലും നിശ്ചയില്ലാത്ത ആളാ. ബാപ്പ വാ, ഊണൊഴിക്കാം. എന്താ മൂസൊക്കെ കാണണമെന്ന് പറഞ്ഞേ? അല്ല, അത് കൊച്ചിയിലെ 99 ഫൈനാൻസിൽ നിന്നും ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഇത്തരം ഒരു ജോലിക്ക് നിന്നെ വിടാൻ താല്പര്യണ്ടായിട്ടല്ല. പക്ഷേ അനക്കറിയാലോ ഇവിടുത്തെ ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ. വലിയൊരു തുകയാ അവര് തരാന്ന് പറയണത്. കേട്ടിടത്തോളം തരക്കേടില്ല. ഇത്രയും ദൂരം നിങ്ങളെ തനിച്ചാക്കി പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട. അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ പണിയെടുത്താലും കിട്ടും മൂസാക്ക. എത്ര കാലം എന്ന് വെച്ച അജ്ജ് ഇങ്ങനെ കഴിഞ്ഞുകൂടുക? അനക്കും വേണ്ട ഒരു വീടും കൂടിയൊക്കെ. ഇജ്ജ് കേട്ടേക്കണോ സംഗപ്പ? എവിടെന്നോ ഈ നഗരത്തിൽ വന്നുപെട്ട ഇവന്റെ ഉമ്മ ഒരു ദിവസം വലിയങ്ങാടിലെ വരാന്തയും മയ്യത്തായി കിടന്നപ്പോ കരയാനും ചിരിക്കാനും വയ്യാണ്ട് പകച്ചു നിന്ന് ഇവനെ ഞമ്മളെടുത്ത് വളർത്തി.
ഓനെ വലിയ ആളാക്കണമെന്ന് നമ്മൾ ആശിച്ച്. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മളെ കണ്ട് തന്നെ ഓനും വളർന്നു. എടോ, നമ്മുടെ കാലം കഴിഞ്ഞാ പിന്നെ അനക്ക് ആരാടോ ഉള്ളത്? ഇപ്പൊ ഇതൊക്കെ പറയാൻ എന്തുണ്ടായേ? 5-8 കൊല്ലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാ കിട്ടുന്ന കായേ കൊച്ചിയിൽ ഒറ്റ കൊല്ലം കൊണ്ട് കിട്ടും. അത് ഏറ്റെടുക്കണം. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഇതൊക്കെ നിർത്തി സ്വന്തമായിട്ടൊരു വീടും കുടിയായിട്ട് ഈ ജീവിക്കണത് ഈ മൂസാക്കയ്ക്ക് കാണണം. മൂസാബായുടെ ഈ ആഗ്രഹം നീ നിറവേറ്റി തരൂലേ? മൂസാക്ക പറഞ്ഞാലും കാര്യമുണ്ട്. ഈ തല്ലും കുത്തുമൊക്കെ ചോരയും നീരും ഉള്ളപ്പോഴേ നടക്കും. ഒന്ന് അടി തെറ്റിയാ ഒരുത്തനും കാണില്ല രക്ഷയ്ക്ക്. ഉള്ളപ്പോ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും.